നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് ഈ കാണുന്നത്? ലിവർപൂളിൻ്റെ അവസ്ഥ എന്താണ്? വീണ്ടും അവർ പൊട്ടിയിരിക്കുന്നു. അതും ആരോട്? നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട്. ഈ സീസണിൽ ആകെ പ്രശ്നങ്ങളുടെ നടുക്കടലിൽ കിടന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റാണ് ആൻഫീൽഡിൽ പോയി ലിവർപൂളിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? യെസ്, അത് സംഭവിച്ചിരിക്കുന്നു. ലിവർപൂളിൻ്റെ ഈ സീസൺ തീർച്ചയായിട്ടും എന്തൊക്കെയോ പറ്റിപ്പോയി. പോയ സീസണിലെ ചാമ്പ്യന്മാരായ ടീമാണ്. കുറച്ച് അഡീഷൻസ് ഒക്കെ വരുത്തി ടീമിനെ ശക്തിപ്പെടുത്തി എന്നാണ് നമ്മൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് കരുതിയതെങ്കിൽ കളിക്കളത്തിൽ അങ്ങനെയല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോസലയും അലക്സാണ്ടർ ഐസക്കും ഗാക്പോയും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചെങ്കിൽ മറുഭാഗത്ത് ഇഗോർ ഹീസസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ നീക്കങ്ങൾ. മത്സരത്തിൽ ലിവർപൂൾ ആധിപത്യം പുലർത്തി, പക്ഷേ ഗോളുകൾ അടിച്ചു കൂട്ടിയത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിരുന്നു. ആദ്യ അരമണിക്കൂർ ഗോളി പിറന്നില്ല, പക്ഷേ 33-ാമത്തെ മിനിറ്റിൽ മുറില്ലയുടെ ഗോളിലൂടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലീഡ് എടുത്തു. പിന്നെ 46-ാമത്തെ മിനിറ്റിൽ സവോനയുടെ ഗോള് കൂടി വന്നപ്പോൾ ലിവർപൂളിന് തിരിച്ചു വരിക എന്നുള്ളത് അപ്രാപ്യമായ ഒരവസ്ഥയായി. 78-ാമത്തെ മിനിറ്റിൽ ഗിബ്സ് വൈറ്റ് കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയത്തിലേക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കടന്നുപോയി. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 11-ാം സ്ഥാനത്താണ്. തകർന്ന തരിപ്പണമായി എന്ന് പറഞ്ഞാൽ 12 കളിയിൽ നിന്ന് 18 പോയിന്റാണ് അവർക്കുള്ളത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 12 കളി 12 പോയിന്റുമായിട്ട് 16-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതായത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അത്രയും പ്രശ്നങ്ങളിലൂടെ കോച്ചിനെ മാറ്റുന്നു, അങ്ങനെയൊക്കെ കടന്നുപോയ ടീമാണ്. ആ ടീമാണ് ഇങ്ങനെ പണി കൊടുത്ത്, അതും ആൻഫീൽഡിൽ കയറി പണി കൊടുത്തിട്ട് പോയിരിക്കുന്നത്. ആർനെ സ്ലോട്ട് കളിക്ക് ശേഷം പറഞ്ഞത്, കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നന്നായി പോകുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും, നന്നായാലും മോശമായാലും അതെൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, അത് വർക്കൗട്ട് ആയില്ല, അതാണ് സംഭവിച്ചത്. ഞങ്ങൾക്ക് ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്, എൻ്റെ ജോലിയാണ് ടീമിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കുക എന്നുള്ളത്. അറ്റ് ദി മൊമെൻറ്റ് എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നാണ് അദ്ദേഹം കളി കഴിഞ്ഞിട്ട് പറഞ്ഞത്. ഏതായാലും വളരെ അവസ്ഥയാണ് ലിവർപൂളിന്. വീഡിയോസ് അയക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.